ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡെസിമൽ ഫോംസ് അഥവാ ദശാംശ രൂപങ്ങളിലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 4th ക്വസ്റ്റ്യൻ 32 പേജ് നമ്പർ 32ന്റെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: 0.111 etc. plus 0.222 etc. അതിന്റെ ഫസ്റ്റ് ഡെഫിനിഷൻ 0. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യേണ്ടത്? ഈ സംഖ്യനെ നമ്മള് പ്ലസ് ചെയ്യുന്നതിന് നമുക്ക് സാധാരണ രീതിയിൽ 5+2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കൂട്ടം 2 ചെയ്യുന്ന കൂട്ട് തന്നെ ഇങ്ങോട്ട് മാറ്റി 0.111 എക്സെട്ര 0.222 എക്സെട്ര പ്ലസ് അല്ലേ, 1+ എക്സെട്ര അങ്ങനെ കിടപ്പുണ്ട്. 1+2 3 നമുക്ക് ഇങ്ങനെ ചെയ്താൽ കിട്ടും, പക്ഷെ തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നമ്മളിപ്പോ നോക്ക് 0.111 ഇതിൽ ഏത് ഡിജിറ്റ് ആണ് ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്? ഒരൊറ്റ സംഖ്യയാണ് ആവർത്തിച്ച് വന്നിരിക്കുന്നത്. 1 എന്ന് പറഞ്ഞാൽ ഒരൊറ്റ നമ്പറാണ്, ആണല്ലോ. അങ്ങനെ ഒരൊറ്റ നമ്പർ ആവർത്തിച്ച് വന്നാൽ നമുക്ക് പറയാം അതിന്റെ ഡിനോമിനേറ്റർ 9 ആയിരിക്കും. നമ്മൾ 31ാമത്തെ പേജിലെ തന്നെ സെക്കൻഡ് പ്രോബ്ലത്തിൽ അത് പഠിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഡിജിറ്റ് ആവർത്തിച്ച് വന്നാൽ അതിന്റെ ഡിനോമിനേറ്റർ 9 ആയിരിക്കും. ഓക്കെ, അതിന്റെ ന്യൂമറേറ്റർ എത്രയായിരിക്കും? ഈ ഏത് നമ്പറാണോ ആവർത്തിച്ച അതായിരിക്കും. ഓക്കെ, പ്ലസ് ഇത് നോക്കി, ഇവിടെ 2 എന്ന് പറയുന്ന സംഖ്യയാണ് ആവർത്തിച്ചേക്കുന്നത്. അവിടെയും 2 എന്ന് പറഞ്ഞ ഒരൊറ്റ നമ്പറല്ലേ ആവർത്തിച്ചിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഡിനോമിനേറ്റർ എന്തായിരിക്കും? 9. ന്യൂമറേറ്ററോ ഏത് നമ്പറാണോ ആവർത്തിച്ചേക്കുന്നത് അത് ഈക്വൽസ് സെയിം ഡിനോമിനേറ്റർ. അപ്പൊ അതങ്ങനെ തന്നെ എഴുതി ആഡ് ചെയ്യുന്നതിന് ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്ത് എഴുതുക. 2 + 1 3. ഓക്കെ, ഇനി നോക്ക്, ഇതിനെ തിരിച്ച് നമ്മൾ ഇങ്ങനെ വന്നപ്പോ ഇങ്ങോട്ട് എഴുതിയില്ലേ? അതായത് ഇതാണ് ഈ എഴുതിയേക്കുന്നത്. അപ്പൊ 1/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിലുള്ള 9 ആണ് ഡിനോമിനേറ്റർ ഛേദമെങ്കിൽ മുകളിലുള്ള ഈ 1 അങ്ങ് ആവർത്തിച്ചു പോകും. അങ്ങനല്ലേ? നോക്കി, ഇവിടെ ഛേദം എത്ര? 9 അല്ലേ? അപ്പൊ മുകളിലുള്ള ഏത് സംഖ്യ ആവർത്തിക്കുന്നത്? 3 ആവർത്തിച്ച്. ഓക്കെ, അടുത്തത് 2 0.33. ഇത് നമുക്ക് ഇതേ കൂട്ട് എഴുതി ആഡ് ചെയ്യാം, പക്ഷെ തെറ്റാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഏതോ ഒരു സംഖ്യയാണ് ആവർത്തിച്ചു പോകുന്നത്. അപ്പൊ അതിന്റെ ഡിനോമിനേറ്റർ 9 ആയിരിക്കും, ന്യൂമറേറ്റർ ആ സംഖ്യ തന്നെയായിരിക്കും. പ്ലസ് ഇവിടെയും ഡിനോമിനേറ്റർ 9 ആയിരിക്കും, ന്യൂമറേറ്റർ ഏത് സംഖ്യയാണോ ആവർത്തിച്ച ആ സംഖ്യ. ഓക്കെ, സമം 7 3 10 10/9. ഓക്കെ, ഇനി നോക്ക് 10/9. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന സംഖ്യ മുകളിലും താഴെ ഡിനോമിനേറ്ററും. പക്ഷെ എപ്പോഴും ഈ സംഖ്യ ന്യൂമറേറ്റർ വരുന്ന സംഖ്യ ഒറ്റ സംഖ്യ ആയിരിക്കണം. ഡിനോമിനേറ്റർ 9 ആണ് വരുന്നതെങ്കിൽ ന്യൂമറേറ്റർ ഒറ്റ സംഖ്യ ആയിരിക്കണം. ഓക്കെ, മാത്രമേ നമുക്ക് ഇങ്ങനെ ദശാംശ രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റൂ. ഇവിടെ ഡിനോമിനേറ്റർ 9 ആണ് വന്നത്, പക്ഷെ ന്യൂമറേറ്റർ അതായത് ഛേദം 9 ആണ് വന്നിരിക്കുന്നത്. അംശം പക്ഷെ ഒറ്റ സംഖ്യ അല്ല വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് 10നെ 9 വെച്ചൊന്ന് ഹരിക്കാം. ഒരു തവണ 9 1. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 1 + 1/9. ഓക്കെ, അത് നോക്ക് 1 + 1/9. 9 എന്ന് പറയുന്ന ഡിനോമിനേറ്റർ ആണ്, ഛേദമാണ്, മുകളില് ഒരു ഒറ്റ സംഖ്യയാണ് വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം അതിനെ ദശാംശ രൂപത്തിൽ ഇങ്ങനെ എഴുതാം, ആണല്ലോ. ഇത് തമ്മിൽ കൂട്ടുന്നത് എങ്ങനെയാ? 1 എന്ന് പറഞ്ഞാൽ 1.0000 എന്നാണ്, സംശയമില്ലല്ലോ. ഇവിടെയോ ഒറ്റ സംഖ്യയുടെ സ്ഥാനത്ത് 0.111 എക്സെട്ര.
1.111 എക്സെട്ര 1. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ഒരു സംഖ്യയാണ് ആവർത്തിച്ചിരിക്കുന്നത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഫ്രാക്ഷൻ അഥവാ ഭിന്നസംഖ്യയാക്കാം. എങ്ങനെയാ? ഇവിടെ ഒരു സംഖ്യ ആവർത്തിച്ചത് കൊണ്ട് ഡിനോമിനേറ്റർ 9, ഛേദം 9. ഏത് സംഖ്യ ആവർത്തിച്ചേക്കുന്നത്? 3. അതുകൊണ്ട് ഇതിനെ 3. ഓക്കെ, ഇൻറ്റു ഇവിടെയും ഡിനോമിനേറ്റർ 9, ഏത് സംഖ്യ? 6. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്ത് രണ്ട് ഫ്രാക്ഷൻ തമ്മിൽ ഗുണിക്കാൻ അംശം ഗുണിച്ച് അംശമായി, ഛേദം ഗുണിച്ച് ഛേദമായിട്ട് എഴുതുക. 6ഉം 3ഉം 6ഉം കൂടെ ഗുണിച്ചെത്രയാ? 18. ഛേദം ഗുണിച്ച് ഛേദം 81. ഓക്കെ, അപ്പൊ 18/81. നമുക്കൊരു ഫ്രാക്ഷൻ കിട്ടിയാൽ നമ്മൾ എപ്പോഴും എന്താ സ്മോളസ്റ്റ് ഫോം, ഏറ്റവും ചെറിയ രൂപം എഴുതുന്നത്. നോക്ക്, ഇതിനെ 3 വെച്ച് രണ്ടിടത്തും ഹരിച്ചുകൂടെ? അങ്ങനെ 3 വെച്ച് രണ്ടിടത്തും ഹരിച്ചാൽ അതിന്റെ വാല്യൂ അഥവാ വിലയ്ക്ക് വ്യത്യാസം വരുന്നില്ല. അപ്പൊ 18/3 81/3. 18നെ 3 വെച്ച് ഹരിച്ചാൽ എത്രയാ? 6. 81നെ 3 വെച്ച് ഹരിച്ചാലോ? 7. ഓക്കെ, 6/27. 81നെ 3 വെച്ച് ഹരിച്ചാൽ 27. അപ്പൊ 6/27. ഓക്കെ, ഇനിയും 6നെയും 3 വെച്ച് ഹരിക്കാം, 27നെയും 3 വെച്ച് ഹരിക്കാം. 6നെ 3 വെച്ച് ഹരിച്ചാൽ 2. 27നെ 3 വെച്ച് ഹരിച്ചാലോ? 9. 9 3 27. അപ്പൊ നമുക്ക് ഏറ്റവും ചെറിയ രൂപ സ്മോളസ്റ്റ് ഫോം കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇവിടെ 9 ഡിനോമിനേറ്റർ, ഛേദം 9. അംശം എന്ന് പറയുന്നത് ഒരു ഒറ്റ സംഖ്യയാണ്. 2 എന്ന് പറയുന്നത് ഒരു ഒറ്റ അക്കമാണുള്ളത്, ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ദശാംശ രൂപം എങ്ങനെ എഴുതാം? 0. ഈ സംഖ്യ ഇങ്ങനെ ആവർത്തിച്ച് വരും. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ. 0.333 എക്സെട്ര അതിന്റെ സ്ക്വയർ അഥവാ വർഗം കണ്ടുപിടിക്കുക. വർഗം എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ വർഗം അഥവാ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ സംഖ്യ 2 തവണ ഗുണിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്ക്, 0.333 എക്സെട്ര ഇൻറ്റു 0.333 എക്സെട്ര. ഓക്കെ, ഇതൊക്കെ ഒരൊറ്റ നമ്പറാണ് ഇങ്ങനെ ആവർത്തിച്ച് പോയിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പറയും അതിന്റെ ഡിനോമിനേറ്റർ ഫ്രാക്ഷനായിട്ട് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുമ്പോൾ അതിന്റെ ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ 9 ആയിരിക്കും. നോമിനേറ്റർ ഏത് സംഖ്യയാണോ ആവർത്തിച്ച ആ സംഖ്യ 3 ഇൻറ്റു ഇവിടെയോ 3/9 ഈക്വൽ 3 3 9. 9/9 ഗുണിക്കണം 9 81. ഓക്കെ, ഇപ്പോഴും നമുക്ക് ഫ്രാക്ഷന്റെ സ്മോളസ്റ്റ് ഫോം അഥവാ ഏറ്റവും ചെറിയ രൂപം കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? മുകളിലും താഴെ 9 വെച്ച് ഹരിക്കാൻ പറ്റും. ഇവിടെ 9 വെച്ച് ഹരിച്ചാൽ എത്രയാ? 9 വെച്ച് ഹരിക്കുക, ഇവിടെയും 9 വെച്ച് ഹരിക്കുക. എത്രയാ ആൻസർ? 1/9. 9നെ 9 വെച്ച് ഹരിക്കുമ്പോൾ 1, 81നെ 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 9. അപ്പൊ 1/9. നോക്ക്, ഡിനോമിനേറ്റർ അഥവാ ഛേദം എന്താണ് വന്നിരിക്കുന്നത്? 9. അംശമോ ഒരൊറ്റ സംഖ്യയാണ്, ഒരൊറ്റ നമ്പറേ വന്നിട്ടുള്ളൂ, 1 മാത്രം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ദശാംശ രൂപം എങ്ങനെ എഴുതാം? 0. ആ അംശം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് പ്രോബ്ലം, ഫോർത്ത് ക്വസ്റ്റ്യനിലെ 5ാമത്തെ സബ് ഡിവിഷൻ. √0.444 എക്സെട്ര. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, √0.444. അപ്പൊ 4 എന്ന് പറയുന്ന സംഖ്യയാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയുടെ ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ 9 ആയിരിക്കും. ഓക്കെ, ഇനി നോക്ക്, 4 ആവർത്തിച്ചേക്കുന്നത്, അപ്പൊ 4 ന്യൂമറേറ്റർ. ഇനി നോക്ക്, ഇതിന്റെ സ്ക്വയർ റൂട്ട് അഥവാ വർഗമൂലം കണ്ടുപിടിക്കുക. 4ന്റെ വർഗമൂലം എത്രയാണ്? 2.
ഏത് സംഖ്യ 2 വെച്ച് ഗുണിക്കുമ്പോഴാണ് 2 വട്ടം ഗുണിക്കുമ്പോഴാണ് 4 കിട്ടുന്നത്. 2 ഗുണിക്കണം 2 4. ഇവിടെ 3 ഗുണിക്കണം 3 9. അപ്പൊ 9ന്റെ വർഗ്ഗമൂലം 3 കിട്ടി. പക്ഷെ നമുക്ക് 3 വെച്ചിട്ട് നമുക്കൊന്നും അറിഞ്ഞൂടാ. ഡിനോമിനേറ്റർ 3 വന്നാൽ നമുക്ക് സാധാ രീതി ചെയ്യാനേ അറിയൂ. 10/10 അങ്ങനെ ഒത്തിരി ചെയ്യണം. പക്ഷെ 9 വന്നാൽ നമുക്ക് എളുപ്പമാർഗം അറിയാം. അപ്പൊ എന്ത് ചെയ്യണം? 3നെ 9 ആക്കാൻ പറ്റുമോ നോക്കണം. 3നെ 9 ആക്കാൻ പറ്റത്തില്ലേ? 3 വെച്ച് ഗുണിച്ചാ പോരെ. അപ്പൊ 3നെ 3 വെച്ച് ഗുണിച്ചാൽ 9 ആവും. അപ്പൊ വിലക്ക് മാറ്റം വരാതിരിക്കാൻ ഈ 3 വെച്ച് തന്നെ മുകളിലും ഗുണിക്കണം. അപ്പൊ നമുക്ക് 2 ഗുണിക്കണം 3, 3 ഗുണിക്കണം 3. ഓക്കെ. ഇനി നോക്ക്, ഛേദം 9. അംശം എന്ന് പറയുന്ന 6 എന്ന് പറഞ്ഞാൽ ഓരോ 1 ഡിജിറ്റ് നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞാൽ ഈ 6 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവും. ഇതിന്റെ ഡെസിമൽ ഫോം ദശാംശ രൂപം എടുത്താൽ ഇതായിരിക്കും. ഓക്കെ. ക്വസ്റ്റിനോടെ നമ്മുടെ ഡെസിമൽ ഫോം അഥവാ ദശാംശ രൂപങ്ങൾ ഫിനിഷായി. ഓക്കെ.